ഹലോ എവരി വൺ. ഇന്ന് കുറച്ച് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ടിപ്സ് ആയാലോ. ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികവും. സോ അവർ തീർച്ചയായും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി നോക്കൂ. അധികം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് വീഡിയോ. നമ്പർ 1, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ മാത്രമേ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. ആദ്യം നമ്മൾ സ്വയം വിശ്വസിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിലായി പോകും. നമ്പർ 2, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരാളെ ഫ്രണ്ടായിട്ട് വയ്ക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. അതുപോലെ ട്രീറ്റ് യുവർ സെൽഫ് ഇൻ എ കൈൻഡ് വേ. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്പർ 3, ഹെൽപ്പ് അതേഴ്സ് വെൻ യു ആർ ഏബിൾ. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ തന്നെ സഹായിക്കുക. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദെൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്പർ 4, നാരോ യുവർ ഫോക്കസ്. സിമ്പിളായി പറയുകയാണെങ്കിൽ എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് തലയിൽ വെക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. നമ്പർ 5, സ്റ്റെപ്പ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മുതിർന്നവരായാലും കുട്ടികളായാലും ഒരു കംഫർട്ട് സോൺ ഓക്കെയാണ്. പക്ഷേ അവിടെ മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ, ഞാൻ അങ്ങനെ മാത്രമായിരിക്കുമെന്ന് ആവരുത്. ഒരു ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അച്ചീവ് ചെയ്യാൻ അവിടം വിട്ട് പുറത്ത് വരേണ്ടി വരിക തന്നെ ചെയ്യും. നമ്പർ 6, മേക്ക് യുവർ ഓൺ നീഡ്സ് പ്രയോറിറ്റി. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്പെഷ്യൽ ആവുന്നത് ഓക്കെയാണ്, ബട്ട് അത് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ മാത്രമാകരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടാവണം അവരുടെ മനസ്സിൽ ഇടം തോന്നാൻ വേണ്ടിയിട്ട്. അവർക്ക് സ്വയം തോന്നണം, എന്തുകൊണ്ട് അയാളെ എനിക്ക് മാതൃകയാക്കിക്കൂടാ. ഇങ്ങനെയാവണം അവർ ചിന്തിക്കേണ്ടത്. സോ ഗീവ് പ്രയോറിറ്റി ടു യുവർ നീഡ്സ്. നമ്പർ 7, ഫോർഗീവ് പീപ്പിൾ ആൻഡ് മൂവ് ഫോർവേഡ്. എന്ന് വെച്ചാൽ വെറുപ്പ് നിറഞ്ഞൊരു മനസ്സോട് കൂടി ജീവിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആ ഹെയ്റ്റ് ചെയ്യുന്ന ആളെ ഹേർട്ട് ചെയ്യുന്നതിനേക്കാളും ഏറെ സ്വയം ഹേർട്ടാവും. സോ ഫോർഗീവ് ചെയ്യുക ആൻഡ് ലേൺ ഫ്രം ദർ ലെസൺ ആൻഡ് മൂവ് ഓൺ. നമ്പർ 8, ഐഡൻറ്റിഫൈ ദ ലെസൺ ഇൻ എവറി സിറ്റുവേഷൻ. അതായത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയും ഓരോ ലെസണാണ്, ഓരോ പ്രോബ്ലംസും ഓരോ ലെസണാണ്. സോ ഐഡൻറ്റിഫൈ ദോസ് ലെസൺസ്. നമ്പർ 9, സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് വാട്ട് എവരി വൺ വാണ്ട്സ് ഫോർ യു. പലപ്പോഴും നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അതിപ്പോൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് നോക്കാറുള്ളത്. അത് അവരുടെ മനസ്സ് ഭയങ്കര എവിൽ ആയിട്ടുള്ള ഒന്നും കൊണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ഒരു ബിഗ് പിക്ചർ അവർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ആൻഡ് അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ അതിനധികം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. നമ്പർ 10, റീഡ് ഗ്രേറ്റ് ബുക്സ്. ഇപ്പോൾ വെബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എന്നാലും വായന ഒരു ശീലമാക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഒരു ഫിസിക്കൽ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. ഇത് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കും. നമ്പർ 11, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനെസ്. ശരീരവും മനസ്സും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ സ്വയം മെച്ചപ്പെടാൻ സാധിക്കൂ. ദിവസവും കുറഞ്ഞത് 15 to 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. സോ ഇതൊക്കെയാണ് ആ സെൽഫ് ഇംപ്രൂവിങ് ടിപ്സ് ഓർ ലൈഫ് ലെസൺസ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.